കർത്താവിനെ ആരാധിക്കാനായിട്ട് ഈ ഭൂമിയിൽ ഒരവസരം കൂടെ യേശു നമുക്ക് തന്നതോർത്ത് ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുക. നമ്മുടെ കണ്ണിനെ കണ്ണുനീരിൽ നിന്നും, കാലിനെ വീഴ്ചയിൽ നിന്നും, പ്രാണനെ മരണത്തിൽ നിന്നും വിടുവിച്ച ജീവനുള്ളവരുടെ ദേശത്ത് ജീവിക്കുന്ന സാക്ഷിയാക്കി യേശു നമ്മളെ നിർത്തിയതോർത്ത് കരമുയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്താണ്. നമുക്ക് ഇന്നത്തെ ചിന്തയ്ക്ക് ആധാരമായി കൊരിന്ത്യർക്കെഴുതിയ 2-ാം ലേഖനം 11-ാം അധ്യായത്തിൻ്റെ 2-3 വാക്യങ്ങൾ നമുക്ക് വായിച്ച് ധ്യാനിക്കാം. 2 Corinthians chapter 11 verse 2 and 3 2 വാക്യങ്ങൾ നമുക്ക് വായിച്ച് കേൾക്കാം. ഞാൻ നിങ്ങളെക്കുറിച്ച് ദൈവത്തിന്റെ എരിവോടെ എരിയുന്നു. ഞാൻ ക്രിസ്തു എന്ന ഏകപുരുഷന് നിങ്ങളെ നിർമ്മല കന്യകയായി ഏൽപ്പിപ്പാൻ വിവാഹം നിശ്ചയം ചെയ്തിരിക്കുന്നു. എന്നാൽ സർപ്പം ഹവ്വായെ ഉപായത്താൽ ചതിച്ചതുപോലെ നിങ്ങളുടെ മനസ്സ് ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയും നിർമ്മലതയും വിട്ട് വഷളായി പോകുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. ധന്യനായ പൗലോസ്ലീഹ കൊരിന്തിലെ വിശുദ്ധന്മാർക്ക് ലേഖനം എഴുതിയിരിക്കുന്ന ഭാഗത്ത് നിന്നാണ് ഇന്നത്തെ ധ്യാനത്തിനായി നമ്മൾ ബൈബിളിൽ നിന്ന് വായിച്ചു കേട്ടത്. നിങ്ങൾക്കറിയാം, പൗലൂസിൻ്റെ കരത്താൽ സ്ഥാപിതമായ സഭയാണ് കൊരിന്തിലെ സഭ. സഭയുടെ തുടക്കം ഞാൻ കഴിഞ്ഞ ദിവസം എന്നോ പ്രസംഗിച്ചപ്പോൾ ഇവിടെ പറഞ്ഞു. പൗലോസ്, ദൈവത്തിന് സ്തോത്രം, കൊരിന്തിൽ ചെന്ന് പാർത്തതും അഖിലാബിനോടും പ്രിസ്കില്ലയോടും ഒപ്പം പാർത്ത് കൂടാരപ്പണി ചെയ്ത്, കർത്താവിന് സ്തോത്രം, ആമി ശബത്തുതോളും പള്ളിയിൽ പോയി സമ്പാദിച്ച്, ദൈവത്തിന് സ്തോത്രം, അങ്ങനെയാണ് കൊരിന്തിലൊരു സഭ തലപൊക്കിയത്. 18 മാസം പൗലോസ് കൊരിന്തിലുണ്ടായിരുന്നു. അങ്ങനെ ആ സഭ ഒരു കൃപാവരത്തിനും കുറവില്ലാത്തൊരു സഭയായി മാറി. എന്നാൽ അല്പം കഴിഞ്ഞപ്പോൾ കൃപാവരങ്ങൾ വിട്ട് ജനങ്ങൾ അവരുടെ സ്വഭാവ രീതികളിൽ വ്യത്യാസങ്ങൾ ഉണ്ടായ ഉടനെ പൗലോസ് അവരെ ലേഖനങ്ങളിലൂടെ എഴുതി പ്രബോധിപ്പിക്കുന്ന ഭാഗത്താണ് ഇന്നത്തെ ധ്യാനം നിൽക്കുന്നത്. പൗലോസ് അവരെ ഓർപ്പിക്കുകയാണ്, ഞാൻ നിങ്ങളെക്കുറിച്ച് ദൈവത്തിൻ്റെ എരിവോടെ എരിയുന്നു. എന്നിട്ട് സഭയെ ബോധവൽക്കരിക്കുക. ക്രിസ്തു എന്ന ഏക പുരുഷന് നിന്നെ നിർമ്മല കന്യകയായി ഏൽപ്പിപ്പാൻ വിവാഹ നിശ്ചയം ചെയ്തിരിക്കുന്നു. നമുക്ക് മനസ്സിലാകുന്ന ലളിതമായ ഭാഷയിലുള്ളൊരു വിവരണമാണ് പൗലോസ്ലീഹ അവിടെ കൊടുത്തിരിക്കുന്നത്. അത് നിങ്ങൾക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ ഞാനൊന്ന് മനസ്സിലാക്കി തരാനാണ് ഇന്ന് കൃപയിൽ ശരണപ്പെടുന്നത്. നമ്മുടെ ഇടയിലെല്ലാം വിവാഹങ്ങൾ നടക്കാറുണ്ട്. സ്തോത്രം. വിവാഹം നടക്കുമ്പോൾ ആദ്യം വിവാഹം നിശ്ചയിക്കും. നമ്മുടെയൊക്കെ കുഞ്ഞുങ്ങളുടെ കല്യാണം നടന്നിട്ടുണ്ട്. ഇപ്പോഴും ചിലരുടെയൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കുക, ചിലരുടെയൊക്കെ ഉടനെ നടക്കും. ഈ ബൈബിളിൽ എഴുതിയിട്ടുണ്ട്, മനുഷ്യൻ ഏകനായിരിക്കുന്നത് നന്നല്ലെന്ന് യഹോവ കണ്ടു. അടുത്ത കേട്ടോ, ഞാൻ അവന് തക്ക തുണയെ ഉണ്ടാക്കി കൊടുക്കും. നിങ്ങൾ ശ്രദ്ധിക്കണം. എന്തിനാണെന്നറിയാമോ? നീ സന്താന പുഷ്ടിയുള്ള പെരുകി വർദ്ധിച്ച് ഭൂമിയെ നിറയാൻ വേണ്ടിയാ. നല്ലൊരു ഹല്ലേലൂയ പറഞ്ഞേ. അപ്പം ഞാൻ ഈ വചനത്തിലോട്ട് വരുമ്പം മനുഷ്യൻ ഏകനായിരിക്കുന്ന നന്നല്ല. മനുഷ്യൻ അതിനെയൊക്കെ ചുരുക്കി നാം 2 നമുക്ക് 2ആയി, പിന്നെ നാം 2 നമുക്ക് 1ആയി, പിന്നെ പറഞ്ഞു നാം 2 മതി. ഇപ്പം ചിലർ പറയുന്ന കല്യാണമേ വേണ്ട, പോട്ടെ. മനസ്സിലാകാനായി ഭാഷയിൽ പറയുക, വിവാഹം നടക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, ഒരു ചെറുക്കൻ പോയി ഒരു പെണ്ണിനെ കാണും. ഹല്ലേലൂയ. പെണ്ണിൻ്റെ വീട്ടുകാർ വന്ന് ചെറുക്കൻ്റെ വീട്ടിൽ വന്ന് ചെറുക്കനെയും കണ്ടെല്ലാം ഇഷ്ടപ്പെടും. എന്നിട്ട് ഒരു ദിവസം നിശ്ചയിക്കും. അന്ന് ആ വിവാഹം ഉറപ്പിച്ച് കഴിയുമ്പോൾ, ഈ കഴിഞ്ഞ ദിവസം വിവാഹം ഉറപ്പിച്ച് കഴിഞ്ഞ ഒരു ഫാമിലി, ഒരു കുടുംബം മോളെയും കൊണ്ട്, കർത്താവിന് സ്തോത്രം, എൻ്റെ അടുക്കൽ വന്നു. അവൾ പറഞ്ഞു, പാസ്റ്ററങ്കളെ, എനിക്ക് ഈ കല്യാണത്തിന് വലിയ താല്പര്യമില്ല. ഞാൻ ചോദിച്ചു, എന്നാ പറ്റി? അത് നിശ്ചയിച്ച് കഴിഞ്ഞ് വലിയ താല്പര്യമില്ല. ഇനി ഞാൻ നിശ്ചയത്തെക്കുറിച്ചൊന്ന് പറഞ്ഞിട്ട് ഈ സംഭവം നിങ്ങളോടൊന്ന് പറയാം. അപ്പം 2 കൂട്ടർ തമ്മിൽ കണ്ടിട്ട് വിവാഹം നിശ്ചയിക്കുന്ന ഇപ്പോഴത്തെ സിസ്റ്റമൊക്കെ ചിലയിടത്തൊക്കെ മുമ്പ് ഒരിടക്കാലത്ത് ഞാൻ ഓർക്കുന്നുണ്ട്, രാവിലെ 10 മണിക്ക് നിശ്ചയം, 11 മണിക്ക് കല്യാണം. ഇപ്പോൾ റൂൾസ് ഗവൺമെൻറ് മാറ്റി, മിനിമം 3 ദിവസം 4 ദിവസം മുമ്പേലും വിവാഹ നിശ്ചയം നടന്നിരിക്കണം, എന്നിട്ടാണ് കല്യാണം. ദൈവത്തിന് സ്തോത്രം. നിങ്ങൾ ശ്രദ്ധിച്ചൊന്ന് കേൾക്കണം. അപ്പം വിവാഹം നിശ്ചയിച്ച് കഴിഞ്ഞാൽ ആ പെൺകുട്ടി എപ്പോഴും നോക്കിയിരിക്കേണ്ട ഒന്ന് തൻ്റെ മണവാളനെ ആയിരിക്കണം. ആ മണവാളൻ എപ്പോഴും നോക്കിയിരിക്കുന്നത് തൻ്റെ മണവാട്ടിയെ ആയിരിക്കണം. ഈ ആശയം വരുന്ന ഒരു ചിന്തയാണ്
പൗലുസ്ലിഹ സഭയെ പറ്റിയും മണവാട്ടിയെ പറ്റിയും മണവാളിനെ പറ്റിയും വെളിപ്പെടുത്തിയിരിക്കുന്നത്. ഞാൻ ഇവിടെ ഇരിക്കുന്ന ചിലരോട് പറയാം, യേശുക്രിസ്തുവിനെ ഒരാൾ രക്ഷകനായി സ്വീകരിക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, മണവാളനായ യേശുവിനും നിന്നെ ഇഷ്ടപ്പെട്ടു, മണവാട്ടിയായ നിനക്ക് യേശുവിനെ ഇഷ്ടപ്പെട്ടു. ഒരു ദിവസം ദൈവദാസനോട് പറഞ്ഞ പോലെ ഒരു ഉഭയസമ്മതത്താൽ, ദൈവത്തിന് സ്തോത്രം, ആ നിശ്ചയം നിങ്ങൾ അന്ന് ഒന്ന് ഉറപ്പിച്ചു. ഇനിയും ഞാൻ യേശുവിന് വേണ്ടി ജീവിക്കും, യേശു മാത്രമായിരിക്കും എൻ്റെ മണവാളൻ. താമസമിന എന്നെ കല്യാണം കഴിക്കാൻ ആ മണവാളൻ വരും. നിങ്ങൾ ശ്രദ്ധിക്കണം, ഈ തീരുമാനം വന്നു കഴിഞ്ഞാൽ, പണ്ടൊക്കെ കളിയാക്കുന്ന ഒരു പദമുണ്ട്, കർത്താവിന് സ്തോത്രം, കല്യാണം ഉറച്ചിട്ട് പണ്ടൊക്കെ ഉറച്ചാൽ 3 മാസം കഴിഞ്ഞാൽ കല്യാണം. അപ്പം പെങ്ങന്മാരുടെയൊക്കെ കല്യാണം നടന്ന കളിയാക്കുമായിരുന്നു, കല്ല് പറക്കി വെച്ച ഓരോ ദിവസം ഓരോ കല്ലെടുത്ത് കളയുകയാണ്. കാരണം കല്യാണം അടുത്തിരിക്കുന്ന സമയത്തോട് വരുമ്പം സ്തോത്രം, വിവാഹത്തെക്കുറിച്ച് കളിയാക്കുന്ന വാക്കുകളാണ്. നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം. എന്നാൽ ഇപ്പം നമ്മൾ സഭ ആയിരിക്കുന്ന സാഹചര്യം എന്നാന്ന് ചോദിച്ചാൽ, നിശ്ചയിക്കപ്പെട്ട കല്യാണത്തിലേക്ക് മണവാട്ടിയെ ഒരുക്കുന്നതാണ് സഭയ്ക്കകത്തെ ശുശ്രൂഷ. എന്തുവാ? മണവാട്ടിയെ ഒരുക്കുന്നതാ. നിങ്ങൾ കണ്ടിട്ടില്ലയോ? കല്യാണമൊക്കെ വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? കല്യാണമൊക്കെ വരുന്നതിന് മുമ്പേ പണ്ടൊക്കെ ആന്ന് കല്യാണത്തിന് അന്ന് ബ്യൂട്ടീഷ്യൻ ഇങ്ങോട്ട് വന്ന് ഒരു ടച്ചപ്പൊക്കെ നടത്തിയിട്ട് കല്യാണത്തിന് കൊണ്ടുപോകത്തേ ഉള്ളൂ. എന്നാൽ ഇപ്പോൾ അവർക്കെല്ലാം ഒരു പാക്കേജാണ്. പാഷയ്ക്ക് എങ്ങനെ അറിയാം? നമ്മുടെ ചർച്ചിൽ എന്തോ ഒരു ബ്യൂട്ടീഷ്യന്മാരുണ്ട്. പോട്ടെ, കർത്താവിന് സ്തോത്രം. അപ്പം ഇനി ഞാനൊന്ന് തുറന്ന് പറയട്ടെ. ഞാൻ ഈ ഒരു ബ്യൂട്ടീഷ്യനെ കണ്ടപ്പോൾ ചോദിച്ചു, നമ്മുടെ ഒരാൾക്ക് കല്യാണമുണ്ട്, ആ കല്യാണത്തിന് സ്തോത്രം നിങ്ങളുടെ ഒരു പാക്കേജ് പറയാവോ? സ്തോത്രം. അവർ പറഞ്ഞു, അങ്ങനെ എങ്ങനെയാ പറയുന്നത്? ഞാൻ പറഞ്ഞു, അല്ല പറയണം. അപ്പം എന്നോട് ചോദിച്ചു, ബന്ധുക്കളായതൊക്കെ ഉണ്ട്. അപ്പം എനിക്ക് മനസ്സിലായില്ല. ശരിക്ക് പറയാം, കർത്താവിന്റെ സ്തോത്രം. അവരെന്നോട് വിവരിച്ചു, പാസ്റ്ററെ, കഴിഞ്ഞ മാസം US എന്ന് വന്ന ഒരു പെങ്കൊച്ചിൻ്റെ കല്യാണം ഉണ്ടായിരുന്നു. ആ കല്യാണത്തിന് അവർ മാത്രമല്ല, അവരുടെ വീട്ടിൽപ്പെട്ട ചേട്ടത്തിമാർ, അനിയത്തിമാർ, കസിൻസ്, റിലേറ്റീവ് എല്ലാം കൂടെ ഒരു 15 പേര് വന്ന് താമസിക്കുമായിരുന്നു. 15 പേർക്കും ഫേഷ്യൽ തൊട്ട് ടച്ചപ്പ് തൊട്ട് ദൈവത്തിന് സ്തോത്രം എല്ലാം ചെയ്യണം. ഞാൻ ചോദിച്ചു, എല്ലാം കൂടെ എത്ര പാക്കേജ്? 7 ദിവസത്തെ പരിപാടിയായിരുന്നു. ഒരു 1.25 ലക്ഷം രൂപയ്ക്കാണ് എല്ലാവരും ടച്ചപ്പ് ചെയ്ത് എല്ലാം കുട്ടപ്പനാക്കി. പലരും നമ്മൾ കാണുന്ന പോലൊന്നും അല്ല. അതുകൊണ്ട് കെട്ടുന്ന പെണ്ണിനെ തലേന്ന് കാണുന്ന പോലെ അല്ല പിറ്റേന്ന് കാണുന്നേ. കാരണം ടച്ചപ്പ് എല്ലാം പോയി പിറ്റേന്ന് ഈ ഒറിജിനാലിറ്റി കാണാൻ പറ്റും. പോട്ടെ, ഞാൻ ഇതൊന്നും പറഞ്ഞല്ല വരുന്നത്. ഞാനൊരു കാര്യമാണ് പറഞ്ഞു വരാൻ പോകുന്നത്. നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം. നിങ്ങൾ ശ്രദ്ധിക്കണം. നിങ്ങൾ ബ്യൂട്ടി പാർലറിൽ പോകരുതെന്നോ നിങ്ങളുടെ മുഖം ഫേഷ്യൽ ചെയ്യലെന്നോ ഒന്നും ഞാൻ പറഞ്ഞില്ല. ഞാനിവിടെ കൊണ്ടിരുന്ന വിഷയം, ഇവിടുത്തെ ഒരു കല്യാണത്തിന് നിനക്ക് ഇത്രയും ഒരുക്കം വേണമെങ്കിൽ, നിന്നെ വിവാഹം നിശ്ചയിച്ചു പോയി ഇനിയും നിന്നെ കല്യാണം കഴിക്കാൻ വരുന്ന ആ മണവാളന് വേണ്ടി നീ എന്തുമാത്രം മനസ്സിലായവർക്കായി ദൈവത്തിന് സ്തോത്രം ചെയ്യുക. പൗലുസ്ലിഹ കൊരിന്തിലെ സഭയോട് പറയുക, കേട്ടോ, ദൈവത്തിന് നിങ്ങൾ ഒരു കാര്യം തിരിച്ചറിയണം. നീ പൗലോസിന്റെ പക്ഷം, അപ്പല്ലോസിന്റെ പക്ഷം, ദൈവത്തിന് സ്തോത്രം, കേഫാവിന്റെ പക്ഷം, ക്രിസ്തുവിന്റെ പക്ഷം, അങ്ങനെ പക്ഷം വെച്ച് അരുതാത്ത ബന്ധങ്ങൾ നിന്റെ വീട്ടിനകത്ത് വെച്ച് പുലർത്തി, ദൈവത്തിന് അരുതാത്ത ശാപം കിട്ടുന്ന ബന്ധങ്ങൾ നിന്റെ വീടിനകത്ത് വെച്ച് പുലർത്തിക്കൊണ്ട് നീ കൈയടിക്കാൻ വരുമ്പോൾ ഒരു കാര്യം നീ ഓർത്തോണം, നീ ഒരു വിവാഹ നിശ്ചയം കഴിഞ്ഞയാളാ. ഒരാമയും പറഞ്ഞു തുടങ്ങണം. ഞാൻ ഈ ദൂതിന്റെ ഗൗരവമായ ഭാഗത്ത് ഒന്ന് തൊടാൻ പോവുക. എന്നിട്ട് പൗലോസ് 2 കാര്യങ്ങൾ പറയുകയാണ്. 2 കാര്യം കൊരിന്തിലെ സഭ ശ്രദ്ധിക്കണം, തിരുവല്ല സഭയെ ശ്രദ്ധിക്കണം. കൊരിന്തിലെ സഭയോട് പറയുകയാണ്, നിങ്ങളുടെ മനസ്സ് ക്രിസ്തുവിനോടുള്ള ഏകാഗ്രത കൈവിട്ടു പോകാതെ സൂക്ഷിച്ചോണം. 2, ക്രിസ്തുവിനോടുള്ള നിർമ്മലത നിന്റെ ഹൃദയത്തിൽ നിന്ന് പോകാതെ സൂക്ഷിച്ചോണം. കാരണം നിന്നെ വേളി കഴിക്കാൻ ആ മണവാളൻ ഉടനെ വരും. ഹല്ലേലൂയ. അതിനകത്തെ 2 പദങ്ങളാണ് ഇന്ന് നമ്മളൊന്ന് ധ്യാനിക്കാൻ പോകുന്നത്. നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം. ഈ ബൈബിളിന്റെ വെളിപ്പാട് നോക്കുക. യേശു ക്രിസ്തുവിന്റെ ജനനത്തിന് 6 മാസം മുമ്പ്, ഹല്ലേലൂയ, ജനിച്ചതാണ് യോഹന്നാൻ സ്നാപകൻ. യോഹന്നാൻ സ്നാപകൻ ജനിക്കുന്നതിന് മുമ്പ്, കർത്താവിന്റെ സ്തോത്രം, സെക്കറിയാവും എലിസബത്തും വർഷങ്ങളായി ദൈവ ശുശ്രൂഷ ചെയ്യുന്നവരാ. ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവരുടെ ഒരു ആഗ്രഹമാണ്, തങ്ങൾക്ക് സന്തതികൾ വേണം. ഞാൻ നിങ്ങളോട് ഒരു കാര്യം പറയാം, ആഗ്രഹിക്കുന്നത് ആർക്കു വേണേലും ആഗ്രഹിക്കാം, തരുന്നത് ദൈവമാണ്.
അവർ വർഷങ്ങൾ നൂറുകണക്കിന് കുഞ്ഞുങ്ങളെ സമർപ്പിച്ചിട്ടും അവർക്കൊരു കുഞ്ഞുങ്ങളില്ല. അവരോർത്തു ചിലപ്പം കുഞ്ഞുങ്ങളില്ലാതെ ജീവിക്കാനായിരിക്കും ദൈവനിശ്ചയം. അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോഴും തന്നില്ലെന്ന് കരുതി മടുപ്പില്ല. ചില പിള്ളേർ 1-ാം ക്ലാസ്സിലെ പിള്ളേരെ പോലെ കല്ലുമുട്ടായി തന്നില്ല, ഉടുപ്പ് തന്നില്ല, മുട്ടായി തന്നില്ല, അവൻ എന്നെ റൂളി പെൻസിൽ കൊണ്ട് കുത്തി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് യോഗത്തിന് വരാത്ത ഒത്തിരി LKG സ്റ്റുഡൻറ്റും UKG സ്റ്റുഡൻറ്റും ആത്മീയ കോളത്തുണ്ട്. പക്ഷെ സെക്കറിയാവ് എലിസബത്തും അങ്ങനല്ല. തന്നില്ലേലും ശുശ്രൂഷ ചെയ്യും, ലഭിച്ചില്ലേലും. അങ്ങനെ ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ താൻ ശുശ്രൂഷിക്കുന്ന സ്ഥലത്ത് ഒരു ദൂതൻ ഇറങ്ങി വന്നു. എന്നിട്ട് പറയുക, സെക്കറിയാവേ, നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി. എന്നിട്ട് പറയുന്ന ഭാഗം ലൂക്കോസിന്റെ സുവിശേഷത്തിൽ ഞാൻ പറയുന്നൊരു വാക്യം മാത്രം എനിക്കൊന്ന് വായിച്ചു തരണം. ഈ ദൂത് നിങ്ങളുടെ ഉള്ളിൽ നിന്ന് കൊണ്ടുവരാനാ. 1-ാം അധ്യായത്തിന്റെ 17-ാമത്തെ വാക്യം നിങ്ങൾ ശ്രദ്ധിച്ചേ. അവൻ അപ്പന്മാരുടെ ഹൃദയങ്ങളെ മക്കളിലേക്കും വഴങ്ങാത്തവരെ നീതിമാന്മാരുടെ ബോധത്തിലേക്കും തിരിച്ചുകൊണ്ട് അടുത്ത കേട്ടോണം. ഒരുക്കമുള്ള ഒരു ജനത്തെ സെഖരിയാവിനോട് പറയുകയാണ്, നിന്റെ ഭാര്യ എലിസബത്ത് ഗർഭം ധരിച്ചൊരു മകനെ പ്രസവിക്കും. ദൈവത്തിന് സ്തോത്രം. അവൻ ചെയ്യാൻ പോകുന്ന കേട്ടോണം. ദൈവത്തിന് സ്തോത്രം. നിനക്കും നിന്റെ അല്പകാലം കഴിയുമ്പോൾ വെളിപ്പെടാതിരിക്കുന്ന രക്ഷകന് വേണ്ടി ഒരുക്കമുള്ള ഒരു ജനത്തെ കർത്താവിനായി ഒരുക്കാൻ, ഒരുക്കമുള്ള ഒരു ജനത്തെ കർത്താവിന് വേണ്ടി ഒരുക്കുവാൻ അവന് മുമ്പായി ഏലിയാവിന്റെ ക്രിസ്തുവിന് മുന്നോടായി അവൻ ഏലിയാവിന്റെ ആത്മാവോടെ പോകും. നിങ്ങൾ ശ്രദ്ധിക്കണം. സെക്കറിയാവിനോട് പറയുക, നിന്റെ ഭാര്യ എലിസബത്തിന്റെ ഉദരത്തിൽ നിന്ന് പുറപ്പെടുന്ന സന്തതി എന്താ ചെയ്യാൻ പോകുന്നത്? ഒരുക്കമുള്ളൊരു ജനത്തെ കർത്താവിനായി ഒരുക്കാൻ പോവുക. അവൻ ഏലിയാവിന്റെ ആത്മാവോടെ ശുശ്രൂഷിക്കും. എന്നാൽ ഇന്ന് പുതിയ നിയമസഭയോട് പറയാം, യേശു ക്രിസ്തുവിന്റെ 2-ാം വരവിന് മുമ്പ് ഒരു കൂട്ടത്തെ ഒരുക്കാൻ ഇവിടെ നടത്തുന്നത് പരിശുദ്ധാത്മാവാണ്. ഇവിടെ നടക്കുന്നത് ഒരുക്കമാണ്. ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞാട്ട്. ദൈവത്തിന് സ്തോത്രം. ചിലപ്പോഴൊക്കെ പാട്ട് പാടും, എണ്ണയുണ്ടോ നിൻവിളക്കിൽ നീ ഒരുങ്ങിയിട്ടുണ്ടോ? ഹല്ലേലൂയ. നിർമ്മലമാ നീതി വസ്ത്രം നീ 2 വെള്ളയും പാടാണ്. പിന്നെന്താ അങ്ങനെ ഇരിക്കുന്നേ? ഇത് പാട്ട് വരുമ്പോഴേ പാട്ടുകാർ ചാടണ്ടായോ? ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. നിങ്ങൾ എന്നെ വരെ ഒന്ന് കുത്തി എഴുന്നേൽപ്പിക്കാൻ ഭയങ്കര പാടാണ്. നിങ്ങൾ എന്നെ നോക്കണം. ഇവിടെ ഇച്ചിരി ദൂത് ഞാൻ പറയാം. നിങ്ങൾ എന്തിനാ ഈ പാട്ടെല്ലാം, പാട്ട് കേൾക്കുമ്പോൾ ഉണർവുണ്ടാകുന്നത് എങ്ങനെയാ? ഈ പാട്ടെല്ലാം വചന. അപ്പം നിങ്ങൾ അവരൊന്ന് റെഡി ആകുമ്പോഴത്തേക്ക് 1 മിനിറ്റ് 4 ലൈന് എന്നിട്ട് പോകല്ലേ, അടുത്തത് പുറകെ വരുന്നുണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം. ഇവിടുത്തെ ദൂത് ഞാൻ നിങ്ങളോട് പറയാം. നിങ്ങൾ ശ്രദ്ധിക്കണം. ഈ സെക്കറിയാവിനോട് പറയുകയാണ്, സെക്കറിയാവേ, എലിസബത്തിന്റെ ഉദരത്തിൽ നിന്നൊരു മകൻ പുറത്തു വരും. അവരുടെ പേരൊക്കെ തരിക. പക്ഷെ അവന്റെ ഡ്യൂട്ടി നോക്കണം. ഒരുക്കമുള്ളൊരു ജനത്തെ എന്തിനു ചെയ്യുക? കർത്താവിനായി ഒരുക്കാൻ. എങ്ങനെയാണ്? ഏലിയാവിന്റെ. ഇന്ന് യോഹന്നാൻ ഇല്ല, പക്ഷെ പരിശുദ്ധാത്മാവുണ്ട്. അതിന്റെ കാരണം എന്താ? ഒരു ചോദ്യം, ഒരുക്കം പൂർത്തിയായാൽ മണവാളൻ വരൂ. ഓ ഹല്ലേലൂയ. പാട്ടുകാർ ചോദിക്കുക, എണ്ണയുണ്ടോ? എൻ്റെ പൊന്നച്ചായ ഒന്ന് അഭിഷേകം പ്രാപീര്, എൻ്റെ പൊന്നമ്മാമ്മേ ഒന്ന് അഭിഷേകം പ്രാപീര്. ഇങ്ങനെ ദൈവത്തിന് സ്തോത്രം, ജഡത്തിലിട്ട് ചാടാതെ ഒന്ന് അഭിഷേകം പ്രാപിക്കുന്ന കൈകൂപ്പി പറയുന്നതിൻ്റെ രഹസ്യം, നിന്നെ ഒരുക്കാനായി എണ്ണയുണ്ടോ നിൻവിളക്കിൽ? ഞാൻ പറഞ്ഞാൽ പറ്റുകയല്ല, സാംജി പാടിയാലേ പറ്റത്തുള്ളൂ. ഹല്ലേലൂയ. കർത്താവിൻ്റെ സ്തോത്രം. ഇന്നലെ ദൈവത്തിന് സ്തോത്രം, കോട്ടയത്ത് ഒരു 1 ഡേ കൺവെൻഷൻ ഉണ്ടായിരുന്നു. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ജനസമുദ്രമായിരുന്നു മീറ്റിങ്ങിൽ. പാട്ടുപാടിയപ്പോൾ ലാലിപ്പാസ്റ്റ് പാടി നീങ്ങിപ്പോയി എൻ്റെ ഭാരങ്ങൾ, മാറിപ്പോയി എൻ്റെ ശാപങ്ങളെന്ന് പാടിയപ്പം ദൈവത്തിന് സ്തോത്രം, ആ സ്റ്റേജിൽ നിന്ന പാട്ടുകാരൻ്റെ ചെവി വന്ന് പറഞ്ഞു, ആ പാട്ട് 20 കൊല്ലം മുമ്പ് ഞാനാ എഴുതിയേ. കണ്ടോ, 20 വർഷം മുമ്പ് ശാപം നീങ്ങുമെന്ന് ഒരുത്തന്റെ പ്രാർത്ഥനാ മുറിയിൽ കേട്ട ശബ്ദം 20 വർഷത്തിന് ശേഷവും മണ്ണറുകാടിന്റെ മണ്ണിൽ ജ്വലിക്കുകയായിരുന്നു. ഞാനൊരു ദൂത് നിങ്ങളോട് തുറന്നു പറയട്ടെ. അല്ലെങ്കിൽ ഇതൊരു ഒരുക്കത്തിന്റെ ശുശ്രൂഷയാ. ഉപവാസം ഇരിക്കുന്ന എന്തിനാ? ഒരുക്കാനാ. 7 മണിക്കൂർ പ്രാർത്ഥിക്കുന്ന എന്തിനാ? നിന്റെ ഒരുക്കത്തെ മലിനപ്പെടുത്താൻ ശ്രമിക്കുന്ന സകല ഓ ഹല്ലേലൂയ. കൈയടിച്ചായിരിക്കുമല്ലേ പാടുന്നില്ലയോ? ആ 2 കൈയടിച്ച് 4 ലൈനേ പാടാവൂ. ഞാനിപ്പോൾ വഴക്ക് പറഞ്ഞനുസരിച്ച് പാട്ട് കൂടാൻ സാധ്യതയുണ്ട്. 4 ലൈനേ പാടാവൂ. അടുത്ത പാട്ട് വരുന്നുണ്ട്. ഒന്ന് കൈയടിച്ചാട്ടെ, ഒന്നിച്ച് ആ കൈയൊക്കെ ഒന്ന് അടിച്ചാട്ട്. കൈവേദനയും തോളവേദനയും ഷോൾഡർ വേദനയും ഒക്കെ പോവും. ഒന്ന് കൈയടിച്ചാട്ടെ. എണ്ണയുണ്ടോ നിൻ വിളക്കിൽ നീ ഒരുങ്ങിയിട്ടുണ്ടോ? എണ്ണ
എണ്ണയുണ്ടോ നിൻ വിളക്കിൽ നീ ഒരുങ്ങിയിട്ടുണ്ടോ? നിർമ്മലമാ നീതി വസ്ത്രം നീ ധരിച്ചിട്ടുണ്ടോ? നിർമ്മലമാ നീതി വസ്ത്രം നീ ധരിച്ചിട്ടുണ്ടോ? സ്നേഹത്തിനാഴവും നീളമതിൻ വീതിയും ത്യാഗവും സമ്പൂർണതയും നീ ഗ്രഹിച്ചിട്ടുണ്ടോ? സ്നേഹത്തിനാഴവും നീളമതിൻ വീതിയും ത്യാഗവും സമ്പൂർണതയും നീ ഗ്രഹിച്ചിട്ടുണ്ടോ? പ്രത്യാശയോടിതാ ഭക്തരും ഉണരുന്നേ, വന്നുദിക്കും പൊന്നുഷസേ ഓർക്കുതോറും രമ്യം. പ്രത്യാശയോടിതാ ഭക്തരും ഉണരുന്നേ, വന്നുദിക്കും പൊന്നുഷസേ ഓർക്കുതോറും രമ്യം. നല്ലൊരു ഹല്ലേലൂയ പറ. അപ്പൊ പാട്ടുകാരൻ ചോദിക്കുക, എണ്ണയുണ്ടോ നിൻ വിളക്കിൽ നീ? അടുത്തിരിക്കുന്ന ആളോടും ചോദിച്ച ഒരുക്കമൊക്കെ ഉണ്ടോന്ന് ചോദിച്ചു. കാഞ്ചീപുരം ബനാറസ് പട്ട് ഉടുക്കുന്ന കാര്യമൊന്നുമല്ല ഞാൻ പറഞ്ഞത്. ഫാബിൻഡിയുടെ ചുരിദാർ ഇടുന്ന കാര്യമല്ല ഞാൻ പറയുന്നത്. സോഡിയാക്കിന്റെ ഷർട്ട് ഇടുന്ന കാര്യമല്ല ഞാൻ പറയുന്നത്. കുട്ടിക്കൂറ പൗഡറും ഫെയർ ആൻഡ് ലവ്ലിയും തേക്കുന്ന കാര്യമല്ല പറഞ്ഞ്. മണവാളന്റെ വരവിനായി നിന്റെ അകത്തുനിന്ന് ഒരു ആത്മീക സൗന്ദര്യം വ്യാപരിക്കണം. എത്ര പേർക്ക് അതിന് ആമീൻ പറയാൻ പറ്റും? ഓരോ ദിവസം കാണും തോറും നിന്നെ ഒരുക്കിയെടുക്കുക യേശു. ഓ ഹല്ലേലൂയ. ലബന ഹദിരി ബിഗുഡ. ചില ദൈവമക്കളുടെ അകത്ത് വലിയ പ്രത്യാശയാണ്. നമ്മൾ വചനത്തിലോട്ട് ദൈവത്തിന് സ്തോത്രം. വെളിപ്പാട് പുസ്തകം എന്നെടുത്തേ. ഹല്ലേലൂയ. വെളിപ്പാട് പുസ്തകം 19-ാം അധ്യായം എന്നെടുത്തേ. ഹല്ലേലൂയ. 7-ാമത്തെ വാക്യം. ഈ വാക്യം ഈ കഴിഞ്ഞ ആഴ്ച നമ്മൾ വായിച്ചായിരുന്നു യോശുവയുടെ കല്യാണത്തിന്. ഹല്ലേലൂയ. ഇത് വായിച്ചേ കല്യാണ പന്തലിലോട്ട് കേറ്റത്തുള്ളൂ. അമ്മ ദൈവത്തിന് സ്തോത്രം. വായിച്ചേ 19:7. നാം സന്തോഷിച്ചുല്ലസിച്ച് അവന് മഹത്വം കൊടുക്കുക. കുഞ്ഞാടിന്റെ കല്യാണം വന്നുവല്ലോ. അത് ഇച്ചിരി പഞ്ചു കൂട്ടി വായിച്ച. കുഞ്ഞാടിന്റെ കല്യാണം വന്നുവല്ലോ. കുഞ്ഞാടിന്റെ കല്യാണം വന്നുവല്ലോ. അവന്റെ കാന്തയും തന്നെത്താൻ ഒരുക്കിയിരിക്കുന്നു. അവന്റെ കാന്ത സഭ തന്നെത്താൻ ഒരുക്കിയിരിക്കുന്നു. ഇവിടെ ബ്യൂട്ടി പാർലറില്ല. നിന്നെ ഒരുക്കുന്നത് പരിശുദ്ധാത്മാവാണ്. സഭ തന്നെത്താൻ. ഓ ഹല്ലേലൂയ. എത്ര പേർക്ക് മനസ്സിലാകുന്ന എനിക്ക് ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ദൈവത്തിന് നീ പാടാൻ പോയ കുഞ്ഞാട്ടിൻ കല്യാണം എന്നും പറഞ്ഞും പാട്ടുണ്ട് ഇല്ലയോ? ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ആമീൻ. പോട്ടെ. അത് ഇതിനിടയ്ക്ക് ആമീൻ യേശു മണവാളൻ എന്നൊരു പാട്ട് പാടി വരുന്നുണ്ട് അങ്ങോട്ട് വരുമ്പോൾ. അപ്പം കർത്താവിന് നിങ്ങൾ എന്നെ ശ്രദ്ധിച്ചിരിക്കണം. ഇന്ന് ഭയങ്കര ബ്രദറെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നാൽ വളരെ അടുത്ത് തന്നെ ഒരു ദൈവപ്രവൃത്തി നിന്റെ മുമ്പിലുണ്ട്. നിനക്കെതിരെ വിട്ട സകല മരണാസ്ത്രങ്ങളും വന്നതിനേക്കാൾ വേഗത്തിൽ തിരിച്ചു പോകും. ഈ ദിവസങ്ങളിൽ നിന്റെ കൂടാരത്തിനകത്ത് ജയഘോഷം ഉയരുന്ന മറുപടി എനിക്ക് പ്രവചിക്കാനൊക്കെയാ നിയോഗം. ഇന്ന് ഇവിടെ ഇരിക്കുന്ന ചിലരോട് ദൈവത്തിന്റെ ആത്മാവ് പറയുവാണ്, ഇതൊരു ഒരുക്കം നടക്കുകയാണ്. ചിലരോട് പറയും, മോനെ ആ സ്വഭാവം ഒന്ന് മാറ്റണേ, ആ രീതി ഒന്ന് മാറ്റണേ എന്ന് പറഞ്ഞത് പാസ്റ്റർ ഗുണത്തിനല്ല, നിന്റെ ഗുണത്തിനാ. അവിടെ എഴുതിക്കുക, കാന്ത തന്നെത്താൻ അടുത്തിരിക്കുന്നൊക്കെ കൈകൊടുത്തത് തന്നെത്താൻ ഒരുക്കണമെന്ന് പറ. ഈ ബൈബിളിൽ ഞാനിപ്പോൾ ആ ഭാഗം പ്രസംഗിക്കാൻ പോയാൽ പറയാൻ ആഗ്രഹിക്കുന്ന ഭാഗത്ത് വരത്തില്ല. അവിടെ 10 കന്യകമാരുടെ ഒരു ഉപമ സ്വർഗരാജ്യത്തെക്കുറിച്ച് മത്തായി 25 യേശു പഠിപ്പിക്കുന്നുണ്ട്. 5 പേര് ബുദ്ധിയുള്ളവർ, 5 പേര് ബുദ്ധിയില്ലാത്തവര്. അവര് പറയുന്ന, ഞങ്ങളുടെ സഭക്കാർ പറഞ്ഞത് വിളക്കെടുക്കുമ്പോൾ എണ്ണ എടുത്തില്ലേലും കത്തുവന്ന. അപ്പോൾ അവര് മറ്റൊരു കൂട്ടർ പറഞ്ഞു, ഞങ്ങളുടെ ചർച്ച പഠിപ്പിച്ചേക്കുന്നത് അങ്ങനല്ല, വിളക്കെടുക്കുമ്പം എല്ലാ ചർച്ചും പഠിപ്പിച്ച് മേളിൽ ചെല്ലുമ്പോൾ എണ്ണയില്ലാതെ നീ ചെന്നാൽ മണവാളം വരുമ്പം നിന്റെ വിളക്ക് കെട്ടുപോകും. ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചേ, അർദ്ധരാത്രി ശബ്ദമുണ്ടായി മണവാളൻ. അവിടെ എഴുതിയിരിക്കുന്ന ഒരു പദമുണ്ട്, 25:10 ഒന്ന് വായിച്ചാൽ മതി. അവർ വാങ്ങുവാൻ പോയപ്പോൾ മണവാളൻ വന്നു. അവിടെ തൊട്ട് മണവാളൻ വന്നു. അങ്ങനെ വായിര്. മണവാളൻ വന്നു. ഒരുങ്ങിയിരുന്നവർ അവനോടുകൂടെ കല്യാണ സദ്യക്ക് ചെന്നു. അവനോടുകൂടെ കല്യാണ സദ്യക്ക് ചെന്നു. മണവാളം വരുമ്പോൾ ആരാ കേറുന്നേ? ഒരുങ്ങിയിരിക്കുന്നവർ. ഓ ഹല്ലേലൂയ. എങ്ങനെ ഇരിക്കുന്നവരാ? ഒന്ന് അടുത്തിരിക്കുന്ന ആളോട് ഒരുക്കം എന്തുവായി മോനെ? ഒരുക്കം എന്തുവായി മോനെ? ആ മോനോട് ചോദിച്ചു, അച്ഛാ ഒന്ന് ചോദിച്ചു ഒരുക്കം എന്തുവായെന്ന്. കാരണം നീ ഇവിടെ എത്ര രോഗശാന്തി പ്രാപിച്ചാലും ഭൂതത്തെ പുറത്താക്കിയാലും ഒരുങ്ങിയില്ലെങ്കിൽ ഇനി എന്തുവാ ഒരുക്കം? അതാ പൗലോസ് പറയും. ദൈവത്തിന്റെ സ്തോത്രം. ഹല്ലേലൂയ. ദൈവത്തിന് ഈ സാംജി എപ്പോഴും പാടുമ്പം
മിക്കവാറും കത്രിമേശ കഴിഞ്ഞ് മിക്കവാറും പുള്ളി പാടുന്നൊരു പാട്ടാ, യേശു മണാളൻ നമ്മെ ചേർക്കുവാൻ. ദൈവത്തിന് സ്തോത്രം. മദ്യവാനിൽ വെളിപ്പെടും. 2 ലൈൻ പാടുമല്ലോ, ഇല്ലയോ? ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. ഒന്ന് പാടിയച്ച് ഈ ദൂതിലോട്ട് വരാം. ആമീൻ. യേശു മണാളൻ. ഞാൻ നിങ്ങളോടൊരു കാര്യം പറയാം, നീയും ഞാനും ഇന്നല്ലെങ്കിൽ നാളെ മരിക്കും. മരിച്ച നമ്മളെ ചർച്ച് മാന്യമായിട്ട് അടക്കും. നീ മണ്ണോട് അലിഞ്ഞു ചേരും. എന്നാൽ കാഹളം കേൾക്കുമ്പോ നിന്റെ മണവാളൻ വരുമ്പോൾ മരിച്ചവർ അക്ഷയരായി ഉയർക്കും. ഓ, രാമീൻ പറഞ്ഞു തുടങ്ങണം. ഇവിടെ വ്യാപരിക്കുന്നത് വലിയ പ്രത്യാശയാണ്. യേശുവിന്റെ നാമത്തില് പ്രത്യാശയോടെ 2 കൈ ഒന്ന് ചേർത്തടിച്ച് 4 എഴുന്ന് പാടും, യേശു മണാളൻ നമ്മെ ചേർക്കുവാൻ. മണവാളൻ നമ്മെ ചേർക്കുവാൻ, മദ്യവാനിൽ വെളിപ്പെടുവാൻ. യേശു മണവാളൻ നമ്മെ ചേർക്കുവാൻ, മദ്യവാനിൽ വെളിപ്പെടുവാൻ. കാലം ആസന്നമായി പ്രിയരെ, ഒരുങ്ങാം വിശുദ്ധിയോടെ. കാലം ആസന്നമായി പ്രിയരെ, ഒരുങ്ങാം വിശുദ്ധിയോടെ. അങ്ങ് പാടിപ്പോയാൽ കൊള്ളാമെന്ന് എനിക്കൊന്ന് തോന്നുക. ഒരു ആമീൻ പറഞ്ഞാട്ട്. ഇതൊക്കെ ആർക്കേ മനസ്സിലാകത്തുള്ളൂ? ഒരുങ്ങുന്നവർക്കേ അറിയത്തുള്ളൂ. ഈ പൗലോസ് പറയുകയാണ്, കർത്താവിന്റെ സ്തോത്രം, നിങ്ങളെ ക്രിസ്തു എന്ന ഏക പുരുഷന് നിർമ്മല കന്യകയായി വിവാഹ നിശ്ചയം ചെയ്തിരിക്കുന്നു. ഇനി 2 സന്ദേശം കൊടുക്കുക. ഒന്ന്, നിങ്ങളുടെ മനസ്സ് ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയും, ഹല്ലേലൂയ, നിങ്ങളുടെ മനസ്സ് ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയും നിർമ്മലതയും വിട്ട് വശമായി പോകും. മലയാളം, വിവാഹം നിശ്ചയിക്കപ്പെട്ട നിന്റെ മനസ്സ് കൈമോശം വരരുത്. എന്ത് നഷ്ടപ്പെടരുത്? ഏകാഗ്രതയും നിർമ്മലതയും. ഏകാഗ്രതയും നിർമ്മലതയും വിട്ട് വഷളായി പോകുമോ? ഏകാഗ്രത എന്തുവാ? എന്നിട്ട് പൗലോസ് അതിന് സാധ്യതയുള്ള ഒരു കാര്യം പൗലോസ് അവിടെ പറഞ്ഞു. എന്താണെന്നറിയാം? സർപ്പം ഹവ്വായെ, എന്നാൽ സർപ്പം ഹവ്വായെ ഉപായത്താൽ ചതിച്ചതുപോലെ. ഞാൻ ഇവിടെ ഇരിക്കുന്ന ചിലരോട് ഇന്ന് ചതിവ് നിന്നെ തകർക്കരുത്. അവന്റെ വഞ്ചനയിൽ നീ പെടരുത്. കാരണം താമസവിന ഒരു കല്യാണം നടക്കാൻ പോവുക. അതെന്താണെന്ന് മനസ്സിലാക്കാം. ഈ ബൈബിളിലുണ്ട്, എന്നും ഏദനിൽ ദൈവം വരും. ആദവിനോട് ഹവയോട് സംസാരിക്കും. ഞാനിങ്ങനെ സാംജിയോടെ കൈക്ക് പിടിച്ചോണ്ടാണ്, ഞങ്ങൾ 2 കൂടി ഇങ്ങനെ കൈക്ക് പിടിച്ചവർക്ക് എന്നും വരും. ഞങ്ങളുടെ ഇടയ്ക്ക് കർത്താവ് നടക്കും. ആദാമിന്റെ ഹവയുടെ ഇടയ്ക്ക് കർത്താവ് നടക്കുക. നിങ്ങൾ ഓർത്ത് നോക്കിയേ, എന്നും നിങ്ങളുടെ വീട്ടിലെ പ്രാർത്ഥനയ്ക്ക് നിങ്ങളുടെ പാസ്റ്ററോടുണ്ടെങ്കിലോ എന്നും സന്തോഷമായിരിക്കും. എന്നും 4 മണിക്ക്. പക്ഷെ ഒരു ദിവസം കർത്താവ് വന്നില്ല. ഈ 365 ദിവസവും പഠിപ്പിച്ച ക്ലാസ്സിനെ ഒറ്റ ദിവസത്തെ സാത്താന്റെ ക്ലാസ് മറിച്ചു. അവരോട് ചോദിക്കുക, ഈ ഫലം തിന്നുന്ന ദിവസം നീ മരിക്കത്തില്ല,
നിന്റെ കണ്ണ് തുറക്കും, നീ ദൈവത്തെ പോലാവും. അപ്പൊ ചോദ്യം, 365 ദിവസവും ദൈവം വന്ന് പഠിപ്പിച്ചത് ഒറ്റ ദിവസം കൊണ്ട് മറിച്ചു കളഞ്ഞു. ഈ ചതിവ് നിങ്ങൾക്കുണ്ടാകരുത്. കൊരിന്തിലെ സഭയെ, ഈ ചതിവ് നിനക്കുണ്ടാകരുത്. തിരുവല്ല സഭയെ, ലൈവിൽ സഭായോഗം കൂടുന്നവരെ, ഈ ചതിവ് നിങ്ങൾക്കുണ്ടാകരുത്. ഈ ഏകാഗ്രത എന്ന് പറഞ്ഞ എന്തുവാ? ഏകാഗ്രത എന്ന് പറഞ്ഞു നല്ലൊരു മലയാളം ഞാൻ നിങ്ങളോട് പറയാം. ഏകാഗ്രത എന്ന് പറയുന്നത് മനസ്സൊരേ സമയത്ത് ഒരൊറ്റ കാര്യത്തിൽ കേന്ദ്രീകരിക്കുന്ന അവസ്ഥയാണ് ഏകാഗ്രത. ചില പറഞ്ഞില്ലേ, പക്ഷേ പ്രാർത്ഥിക്കുന്നുണ്ട്, പക്ഷെ അങ്ങോട്ട് ഏകാഗ്രത. കഴിഞ്ഞ ഡിസംബറിലൊക്കെ നല്ല ഏകാഗ്രതയായിരുന്നു. ഇപ്പൊ ഈ ജനുവരി അങ്ങോട്ട് തുടങ്ങിയ പിന്നെ എന്തുവാ, അന്യഭാഷയൊക്കെ പറയുന്നുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ട്, ഉപവാസമുണ്ട്, പക്ഷെ എന്തോ കിട്ടുന്നില്ല. ഈ പൗലോസ് പറയുക, ഞങ്ങൾ ജഡത്തിൽ സഞ്ചരിക്കുന്നവരാണ്, പക്ഷെ ഞങ്ങൾ ജഡത്തിൽ പോരാടത്തില്ല. കാരണം ഞങ്ങളുടെ പോരിന്റെ ആയുധം ജഡീയങ്ങളെ, കോട്ടകളെ ഇടിപ്പാൻ. കേട്ടോ, ഏകാഗ്രതയുള്ളൊരു ഹൃദയം നിനക്കുണ്ടെങ്കിൽ ഞാൻ നിങ്ങളോട് പറയാം, നിങ്ങളുടെ നോട്ടം ക്രിസ്തുവിൽ നിന്ന് പറയരുത്. ഓ യേശുവിന്. ഈ മുമ്പേ പത്രോസിന്റെ കാര്യം പാസ്റ്റർ ഇവിടെ പ്രസംഗിച്ചു. സ്തോത്രം. എന്തോ പറഞ്ഞു? ഒരു നാൾ ഞാൻ നിന്നെ തള്ളി പറയത്തില്ലെന്നൊക്കെ പറഞ്ഞു. പക്ഷെ യേശു ഉയർത്തെഴുന്നേറ്റ് കഴിഞ്ഞപ്പോൾ, യേശു ക്രൂശിൽ മരിച്ചു കഴിഞ്ഞപ്പം ഈ പുള്ളി എന്താ ചെയ്തെന്നറിയാമോ? ആ പണ്ടത്തെ വള്ളവും പണ്ടത്തെ വല എടുത്തോണ്ട് പറഞ്ഞു, ഞാൻ എന്ത് ചെയ്യാൻ പോവാ? മീൻ പിടിക്കാൻ പോവാ. അപ്പൊ അവര് പറയാ, ദൈവമേ, കളയാൻ പാസ്റ്റർമാര് പഠിപ്പിച്ചിട്ടും ഞാൻ വള്ളം കളയാതെയും വല കളയാതെയും സൂക്ഷിക്കാൻ കർത്താവ് കൃപ തന്നതിന് സ്തോത്രം പറഞ്ഞുകൊണ്ട് വള്ളത്തെ കയറി. പക്ഷേ രാത്രി മുഴുവൻ പിടിച്ചിട്ട് ഒരു കുഞ്ഞു മീനെ പോലും കിട്ടിയില്ല. രാവിലെ കർത്താവ് ചെല്ലുക, എന്നെ വിട്ടുപോയവനെ, സാത്താന്റെ സന്തതിയെ, പിശാചിന്റെ മകനെ എന്നൊന്നും വിളിച്ചോണ്ടല്ല വിളിക്കുക, കുഞ്ഞുങ്ങളെ. കണ്ടോ, ഒരു പിന്മാറ്റക്കാരനോട് ദൈവത്തിന്റെ ഇടപെടല. അവൻ കുഞ്ഞുങ്ങളെ കൂട്ടാൻ വല്ലതും ഉണ്ടോന്ന് ചോദിച്ചു. അന്നേരം അവര് പറഞ്ഞു, രാത്രി മുഴുവൻ പിടിച്ചിട്ട് ഒന്നും വല വീശാൻ പറഞ്ഞു. വീശാൻ പറഞ്ഞപ്പം അവൻ പെരുത്ത മീൻകൂട്ടം അകപ്പെട്ടപ്പോൾ അവരോട് പറയുക, ദൈവത്തിന് സ്തോത്രം, ഈ വള്ളത്തിൽ ഈ മീനെന്നും കൂടെ വലിച്ചു കയറ്റി കരയ്ക്കോട്ട് ചുവന്നുകൊണ്ട് വരുമ്പോൾ കർത്താവ് പറയുക, മക്കളെ, പ്രാതൽ റെഡിയാ. പ്രാതൽ എന്തുവാ? ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാ. എന്തുവാ? ഫിഷ് ബാർബിക്യൂ. അതുകൊണ്ട് ഈ ബാർബിക്യൂ തുടങ്ങുന്നവനെല്ലാം രക്ഷപ്പെടും. നാളെ ആരും പോയി ബാർബിക്യൂ ഒന്നും തുടങ്ങരുത്, മുന്നിലോട്ട് വരിക. ഫിഷ് ബാർബിക്യൂ ഉണ്ടാക്കി കൊടുത്തേച്ച് പോയി. ഇപ്പൊ പിടിച്ചത് കേട്ടോ, ഒരു പിന്മാറ്റക്കാരന് വേണ്ടി തമ്പുരാൻ ബാർബിക്യൂ ഉണ്ടാക്കി കൊടുത്തെങ്കിൽ ആമീൻ സ്തോത്രം, സ്നേഹിക്കുന്ന നിനക്ക് എത്രയധികം. നിങ്ങൾ ശ്രദ്ധിക്കേ. എന്നിട്ട് ഇങ്ങോട്ട് നോക്കേ, ആമീൻ, എൻ്റെ ഭാവന ഞാൻ പറയുക, നിങ്ങൾ നോക്കിയേ. കനലിന്മേൽ ചുട്ട മീനെടുത്ത് അതിന്റെ തൊലിയൊക്കെ പൊളിച്ച് കളഞ്ഞേച്ച് ഇങ്ങനെ കടിച്ചോണ്ടിരിക്കുമ്പോൾ മുമ്പിൽ വള്ളം നിറച്ചും വല നിറച്ചും മീനാ. യേശു ചോദിക്കുക, ഇവയിൽ അധികമായി നീ എന്നെ എപ്പോഴാ മോനെ എൻ്റെ കൂടെ നടന്ന അത്ഭുതം കണ്ടിട്ടും നിന്റെ ഏകാഗ്രത പോയല്ലോ, നിന്റെ നോട്ടം എന്നിൽ നിന്ന് പോയി വള്ളത്തിൽ കയറിയല്ലോ, നിന്റെ നീ നോട്ടം നാമി സമ്പത്തിൽ കയറിയല്ലോ, തിരിച്ചു വാ മോനെ, ഇവയിൽ അധികമായി. ഒരു ചോദ്യം, നിന്റെ ഭാര്യയേക്കാൾ അധികം, നിന്റെ ഭർത്താവിനേക്കാൾ അധികം, നിന്റെ മക്കളേക്കാൾ അധികം, നിന്റെ സമ്പത്തിനേക്കാൾ അധികം, നിന്റെ 50 ലക്ഷത്തിന്റെ ഓടിയേക്കാൾ അധികം ദൈവത്തെ നീ ലവ് ചെയ്യുന്നു. നിന്റെ മനസ്സ് കൈമോശം വന്നോ? ഈ ബൈബിളിലെ ശ്രദ്ധേയമായൊരു വാക്യം ഞാൻ പറയാം. ഈ ചില ദൈവമക്കൾ പറയും, പക്ഷെ എത്ര പ്രാർത്ഥിച്ചിട്ടും ഒരു ദൈവപ്രവൃത്തി എൻ്റെ കുടുംബത്തിൽ അങ്ങോട്ട് വെളിപ്പെടുന്നില്ല. ദൂതി ഞാൻ പറയാം, പ്രാർത്ഥനയുണ്ട്, പക്ഷെ ഏകാഗ്രതയില്ല. എന്തോ ഇല്ല? ഏകാഗ്രത. അടുത്തിരിക്കുന്ന ആളൊന്ന് കൈ കൊടുത്തു പറ, ഏകാഗ്രത വേണമെന്ന് പറ. എന്താ വേണം? ഏകാഗ്രത. ഹല്ലേലൂയ. അതുകൊണ്ടാണ് ദാവീദ് 86-ാം സങ്കീർത്തനം ചമച്ചപ്പോൾ ദൈവത്തോടൊരു പ്രാർത്ഥന ദാവീദ് പ്രാർത്ഥിക്കുക. ആ പ്രാർത്ഥന ഏകാഗ്രത കിട്ടാൻ നിങ്ങളും ഒന്ന് പ്രാർത്ഥിച്ചാൽ നല്ലതായിരിക്കും. ദൈവത്തിന് സ്തോത്രം. 86-ാം സങ്കീർത്തനം 11-ാമത്തെ വാക്യം. ഹല്ലേലൂയ. യഹോവേ, നിന്റെ വഴി എനിക്ക് കാണിച്ചു തരണമേ,
എന്നാൽ ഞാൻ നിന്റെ സത്യത്തിൽ നടക്കും. ആ. നിന്റെ നാമത്തെ ഭയപ്പെടുവാൻ എന്റെ ഹൃദയത്തെ ഏകാഗ്രമാക്കണം. എത്രാമത്തെ വാക്യ? 11 തന്നെയാണോ? 11 വാക്യം തന്നെയാ. അത് ശ്രദ്ധിക്കുക. നിന്റെ നാമത്തെ ഭയപ്പെടുവാൻ എന്റെ ഹൃദയത്തെ ഹൃദയത്തെ ഏകാഗ്രമാക്കണേ. സാധാരണ വീട്ടിൽ പറന്ന ദാവീദ് എങ്ങനെ ഇസ്രായേലിന്റെ രാജാവായത്? ദൈവത്തെ ഭയപ്പെടുവാൻ ഹൃദയം ഏകാഗ്രമായി. ഇന്ന് പകൽ ഒരു ദൂത് പറയാം. നിന്റെ വീട്ടിൽ പിശാച് സൃഷ്ടിക്കുന്ന സകല കോലാഹലവും നിന്റെ ഏകാഗ്രത കളയാനാ, നിന്റെ കോൺസെൻട്രേഷൻ കളയാനാ. നിന്നെ എത്ര വേണേലും കുടുംബ പ്രാർത്ഥന നടത്തിക്കും, പക്ഷെ നിന്റെ ഏകാഗ്രത നഷ്ടമാക്കി കളയും. ദൈവത്തിന് സ്തോത്രം. ഇനി നിങ്ങൾ ശ്രദ്ധിച്ചു കേട്ടെ. ഹല്ലേലൂയ. ജ്ഞാനികളിൽ ജ്ഞാനിയായ ശലോമോന് സ്വർഗത്തിലെ ദൈവം എന്തോ ഒരു ജ്ഞാനമാ പകർന്നേ. പക്ഷെ അവനെക്കുറിച്ച് ബൈബിൾ എഴുതിയിരിക്കുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചെന്ന് കേട്ടെ. രാജാക്കന്മാരുടെ 1-ാമത്തെ പുസ്തകം 11-ാം അധ്യായത്തിന്റെ 4-ാമത്തെ വാക്യം നിങ്ങൾ ശ്രദ്ധിച്ചേ. ദൈവത്തിന് ശലോമോൻ വയോധികനായപ്പോൾ ഭാര്യമാർ അവന്റെ ഹൃദയത്തെ അന്യദേവന്മാരിലേക്ക് വശീകരിച്ചു. ഭാര്യമാർ അവന്റെ ഹൃദയത്തെ അന്യദേവന്മാരിലേക്ക് വശീകരിച്ചു. അവന്റെ ഹൃദയം അവന്റെ അപ്പനായ ദാവീദിന്റെ ഹൃദയം പോലെ തന്റെ ദൈവമായ യഹോവയെങ്കിൽ ഏകാഗ്രമായിരുന്നില്ല. ശലോമോൻ വശീകരിക്കപ്പെടുവാൻ കാരണം എന്താ? ഒറ്റ കാരണേ ഉള്ളൂ. ദാവീദിനെ പോലെ അവന്റെ ഹൃദയം യഹോവയിൽ ഏകാഗ്രമല്ലായിരുന്നു. അപ്പൊ ഞാനൊരു ദൂത് പറയാം. ഈ ഭൂമി വശീകരിക്കുന്ന ഭൂമിയാണ്. ആവർത്തന പുസ്തകത്തിലുണ്ട്, സൂര്യനെയും ചന്ദ്രനെയും നക്ഷത്രങ്ങളെ നോക്കുമ്പോൾ നീ അറിയാതെ വശീകരിക്കപ്പെടരുത്. ഈ പകൽ ഒരു ദൂത് പറയാം. നിന്നെ വശീകരിച്ചോണ്ട് പോകുന്ന ലോകം, ജഡം, പിശാച് ഇവിടെ വ്യാപരിച്ചോണ്ടിരിക്കുമ്പോൾ ആ വശീകരണ വലയത്തെ നീ ജയിക്കുന്നത് ഏകാഗ്രതയോടെ. ശലോമോൻ എഴുതിയ സദൃശ്യവാക്യം വായിച്ചാൽ നമ്മൾ ആത്മാവിലോ. പക്ഷെ ചോദ്യം, ശലോമോന് പറ്റിയൊരു മിസ്റ്റേക്ക്, അവന്റെ ഹൃദയം ദൈവത്തിന് മുമ്പിൽ എന്തല്ലായിരുന്നു? ശലോമോൻ ഇങ്ങനെ കെട്ടി 1000 ഘട്ടം കെട്ടി. ഒന്നൊക്കെ കെട്ടിയാൽ നിനക്ക് നല്ലതാ, കൂടുതൽ കെട്ടിയാലോ സഭയ്ക്കൊരു കുഴപ്പവും വരത്തില്ല, നീ അനുഭവിക്കും. അതുകൊണ്ടായി ബൈബിളില് നിന്റെ ഭാര്യ നിന്റെ വീട്ടിനകത്ത് അതാകുമ്പോ വള്ളിയാകുമ്പോ ചുറ്റി അങ്ങ് കടന്നോളൂ. ചിലരെയൊക്കെ എത്ര വള്ളി ചുറ്റുന്നുണ്ടെന്ന് അവരവർക്കറിയാം. പോട്ടെ. എന്തിനാ ഒരു കുടുംബം എന്ന് പറഞ്ഞത്? നിനക്കൊരു കുടുംബത്തെ പോറ്റാൻ പറ്റൂ. 2 കുടുംബത്തെ ആരേറ്റെടുത്തിട്ടുണ്ടോ അവൻ സ്ട്രഗിൾ ചെയ്യേണ്ടി വരും ഒത്തിരി. അത് വചനത്തിന് വിരുദ്ധമാ. ഇനി ദൂതിലോട്ട് വരിക. ഇച്ചിരിയുടെ ഗഹനമായ ഭാഗത്തോട്ട് നമ്മുടെ ചിന്തകളെ ഒന്ന് കൊണ്ടുപോകാം. കർത്താവിന് സ്തോത്രം. ശലോമോൻ 1000 കെട്ടി. ഇപ്പൊ ഭാര്യമാര് പറഞ്ഞു, അച്ഛൻ ആ മല വന്നിട്ട് ഒരു ചെറിയ കല്ലിടിയിലുണ്ട്, അച്ഛൻ കല്ലിട്ടാൽ മാത്രം മതി, ബാക്കിയൊക്കെ ഞങ്ങൾ പണിതോളാം. ഭാര്യ പറഞ്ഞ പോയിരിക്കാൻ പറ്റുമോ? അവിടെ മിണ്ടുന്നില്ലല്ലോ. അറിയാതെ പോയി. അങ്ങനെ പോയി പുള്ളി അങ്ങ് അവിടായി. വശീകരണം ഭയങ്കര സബ്ജക്റ്റാ. നിങ്ങൾക്കറിയോ, ഈ ലോകത്തിൽ 100 വശീകരണം ഉണ്ടായിട്ടും നിന്നെ തമ്പുരാൻ ആകർഷിച്ചേക്കുവാ. ആകർഷിക്കാത്തതൊക്കെ ഞായറാഴ്ച രാവിലെ കമ്പിളിക്കകത്ത് കിടക്കുന്നുണ്ട്. ആകർഷമുള്ളവൻ 5 8 മണിക്കൂർ ഉറങ്ങിയ എഫക്റ്റാ. രാവിലെ എഴുന്നേറ്റപ്പോളെ കുളിര് പോയി, പനി പോയി, തുമ്മല് പോയി, ചുമ പോയി. അതിന്റെ കാരണം എന്താ? അവനൊരു മണവാളനുണ്ട്. ഹല്ലേലൂയ. ഇനി ബൈബിളിൽ സത്യമായ ഒരു വാക്യം ദിനവൃത്താന്തങ്ങളുടെ പുസ്തകത്തിൽ, യഹോവയുടെ കണ്ണ് തങ്ങൾ ഏകാഗ്ര ചിത്തന്മാരായിരിക്കുന്നവർക്ക്. 2 ദിനവൃത്താന്തം 16-ാം അധ്യായം 9-ാം വാക്യം, യഹോവയുടെ കണ്ണ് തങ്ങൾ ഏകാഗ്ര ചിത്തന്മാരായിരിക്കുന്നവർക്ക് വേണ്ടി തന്നെത്താൻ ബലവാനെന്ന് കാണിക്കേണ്ടതിന്. യഹോവയുടെ കണ്ണ് തങ്ങൾ ഏകാഗ്രചിത്തന്മാരായിരിക്കുന്നവർക്ക് വേണ്ടി തന്നെത്താൻ ബലവാനെന്ന് കാണിക്കേണ്ടതിന് ഭൂമിയിൽ എല്ലായിടവും ഊടാടിക്കൊണ്ടിരിക്കുന്നു. ഞാൻ സാംജിയെ കൂടെ കൂട്ടുപിടിക്കുക. സാംജിക്ക് 100,000 പ്രശ്നങ്ങൾ സാംജിയുടെ മുമ്പിൽ വന്നു. പക്ഷെ സാംജിയുടെ ഹൃദയം ദൈവസന്നിധിയിൽ ഇങ്ങനെ ഏകാഗ്രമായിട്ടിരിക്കുക. അപ്പൊ ബൈബിൾ പഠിപ്പിക്കുക, യഹോവയുടെ കണ്ണ് ഈ തിരുവല്ലായി കൂടെ ഊടാടുക. എന്തിനാ?
തങ്കൽ ഏകാഗ്ര ചിത്തന്മാരായിരിക്കുന്നവർക്ക് തന്നെത്താൻ ബലവാണെന്ന് കാണിക്കാൻ. അതുകൊണ്ടാണ് സാംജി ബലവാണെന്ന് പറയുമ്പോൾ എനിക്ക് പറയാൻ പറ്റാത്തതല്ല, ഏകാഗ്രത ഉണ്ടെങ്കിൽ ഞാനും പറയും എന്നെയും ബലവാനെന്ന്. ഓ ഹല്ലേലൂയ. അപ്പൊ ഞാൻ ഇച്ചിരൂടെ ഗഹനമായി ഈ ഭാഗത്തോട്ടൊന്ന് വരാം. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ഒരിക്കല് ഒരു രാജാവിന് മരിക്കത്തക്ക രോഗം പിടിച്ചു. അവനൊരു പ്രാർത്ഥന പ്രാർത്ഥിക്കുക, കർത്താവേ, ഞാൻ വിശ്വസ്തയോടും ഏകാഗ്രതയോടും തിരുമുമ്പിൽ നടന്നത് ഓർക്കണേ. ഒരാമയും വരുന്നില്ല അവിടെ. കേട്ടോ, അവന്റെ പ്രാർത്ഥന കേട്ട് മരണദൂതൻ വഴിമാറി. ആയുസ്സിനോട് 15 സംവത്സരം കൂടി അവന്റെ ശരീരത്തിൽ വ്യാപരിച്ച രോഗാത്മാവ് കെട്ടഴിഞ്ഞു പോയി. എന്നോട് കർത്താവിന്റെ ആത്മാവ് പറയുക, നിന്റെ എല്ലാ അനുഗ്രഹങ്ങളും നഷ്ടപ്പെട്ടത് എന്നാണെന്നറിയാമോ? നിന്റെ ഏകാഗ്രത പോയപ്പോഴാണ്. നിന്റെ വീട്ടിൽ ചിലര്, ഞാനാണ് ഇന്നലെ മണ്ടർകാട് പ്രസംഗിക്കുക, ലിനിയൊക്കെ സാക്ഷിയാ. ഒരു 10-700 പേര് കൂടി ആ ഒരു കൺവെൻഷൻ. പിന്നെ വണ്ടിയെ പോകുന്നവരെല്ലാം ഈ ബസ് റോഡെല്ലാം ബ്ലോക്കായി. കാര്യം ബസ് എല്ലാം നിർത്തി കാണുക പ്രസംഗം. ഈ പ്രസംഗം അങ്ങോട്ട് തുടങ്ങിയപ്പം ഒരു ബാറിന്റെ സൈഡിലായോ അവിടുന്ന് അടിച്ചിട്ട് ഇങ്ങോട്ട് ഇറങ്ങുക. ഞാൻ പ്രസംഗിക്കുന്ന 5-6 കുടിയന്മാര് ഇതിന്റെ 5-6 സ്ഥലത്തിരുന്ന് പ്രസംഗിക്കുക. ഞാൻ പറഞ്ഞു, യേശുവിനെ കാണാൻ ആഗ്രഹം. സക്കായുടെ കാര്യമാണ് പറയാൻ പോന്നെ. അത് ഒരാളല്ല, 5-6 ഇവിടെ ലീഡർഷിപ്പ് പോയി ഈ അലയ്ക്കുന്നവന്മാരുടെ അടുക്കിരുന്ന് കഴുത്തേ കൂടെ കൈയിട്ട് കെട്ടിപ്പിടിച്ചുകൊണ്ടിരിക്കുക. മിണ്ടല്ലേ ഇടയ്ക്ക് വാവത്താഴെ ഇങ്ങനെ. എന്നാലും അതിന് ഇടയ്ക്കൂടെ ബഹള. ഞാൻ അവരോട് പറഞ്ഞു, നിങ്ങൾ മുഴുവൻ ഇങ്ങനെ പ്രസംഗിച്ചാലും ഞാൻ പ്രസംഗിക്കും. കാരണം 35 വർഷമായിട്ട് നിന്നെപ്പോലുള്ള ഒത്തിരി എണ്ണത്തിന് മുന്നിൽ പ്രസംഗിക്കാൻ തുടങ്ങിയതാ. ചാകുന്നിടം വരെ പ്രസംഗിക്കുകയും ചെയ്യും. എന്തിനാ അവര് പറയുന്നതെന്നറിയാമോ? എൻ്റെ ഏകാഗ്രത കളയണം. ഒരു മെസ്സേജ് എടുക്കുമ്പം ഇപ്പം നമ്മൾ ചില പിള്ളേർ ഒത്തിരി കരയുമ്പം മാതാപിതാക്കളെ ഇങ്ങനെ, പിള്ളേർ കരയുന്നതിന് കുഴപ്പമില്ല, പിള്ളേർ കരയുണ്ടായോ? കൊച്ചങ്ങ് കരയുക, പിന്നെ കരയാതിരുന്ന ഇങ്ങനെ ആരോടും മിണ്ടാതെ ഇങ്ങനെ വായു അടച്ച്. അല്ല, പിള്ളേരാണെ കരയണം, നല്ലതായിട്ട് കരയണം. ഞെരുടി കരയിക്കൊന്നും ചെയ്യരുത്. സ്തോത്രം. അപ്പം പിള്ളേര് കരയണം. കരയുമ്പം മാതാപിതാക്കളെ നോക്കുന്നത് എന്തിനാണെന്നറിയാം? ചുമ്മാ വെളിയിലോട്ടൊന്ന് പോയി അവനൊരു ഐസ്ക്രീം ഒക്കെ കൊടുത്തയച്ച് അവനെ തിരിച്ച് കൊണ്ട് ഇതിനകത്ത് തിരിച്ചാൽ കുഴപ്പമില്ല. ശ്രദ്ധിക്കണം. എന്താ പ്രശ്നം? ഈ ചില പ്രസംഗം നടക്കുമ്പോൾ ഇങ്ങനെ ഇറങ്ങിയ ആൾക്കാർ ഓടി നടക്കും. ഇങ്ങനെ എപ്പോഴും വെള്ളം കുടിക്കാമ്പോൾ 1 മിനിറ്റ് വെള്ളം കുടി, ഇങ്ങോട്ട് വരും വെള്ളം കുടിക്കാം, ഇങ്ങോട്ട് വരും വെള്ളം കുടിക്കാം. എന്നാൽ പിന്നെ ഒരു കുപ്പി വെള്ളം കൊണ്ട് പുറകിൽ ഇരുന്നാൽ പോരെ. നിങ്ങൾ ശ്രദ്ധിക്കണം. അത് എന്തിനാണെന്നറിയോ? ഈ ശുശ്രൂഷിക്കുമ്പം നമുക്കൊരു ഏകാഗ്രത കിട്ടണം. നമ്മൾ പറയാൻ പോകുന്ന ദൂത അതേ എഫക്റ്റിൽ ജനഹൃദയങ്ങളിൽ ജ്വലിക്കണം. ഒരാമയും പറഞ്ഞു തുടങ്ങണം. ഞാനിവിടെ എനിക്ക് ചിലരോട് പറയാം, നിന്റെ കുടുംബത്തിന്റെ ഏകാഗ്രത കെടുത്തുന്ന ഏതു സാത്താന്യ കുതന്ത്രങ്ങളെയും ഇന്നത്തെ പ്രാർത്ഥനയെ നീ ജയിക്കണം. നിനക്കറിയാം, നിന്നെ പ്രാർത്ഥിപ്പിക്കുന്ന പക്ഷെ നിന്റെ ഏകാഗ്രതയെ ബ്രേക്ക് ചെയ്തിരിക്കുക. ഇന്ന് ആ ബന്ധനം നിന്റെ കുടുംബത്തിൽ നിന്ന് പൊട്ടിമാറണം. ഓ ഹല്ലേലൂയ. ആ സിസ്റ്റർ ഒന്ന് കൈപൊക്കിക്കേ. നിങ്ങൾ കുറച്ചുകൂടെ നിങ്ങൾ ഏകാഗ്രതയോടെ പ്രാർത്ഥിക്കുന്നെങ്കിൽ, നിങ്ങൾ കണ്ടിട്ടുണ്ടോ? എന്നെ നോക്കണേ. ഒരു പേന കൊണ്ടൊരു പേപ്പർ മനസ്സിലാകാനാണേ ഇങ്ങനെ ചുരുട്ടി നിങ്ങൾ മനസ്സിലാകാനാ. ആ ചുരുട്ടിയത് ഇങ്ങനെ നിവർത്തുന്ന പോലെ നിങ്ങളുടെ കൺമുമ്പിൽ ദൈവം ചിലതൊക്കെ നിവർത്തിച്ചു തരുന്ന കാഴ്ച ഞാൻ ആത്മാവി കണ്ടോണ്ടാണ് നിന്നോട് പ്രവചിക്കുന്നത്. അതിനൊറ്റ ആവശ്യം, നിനക്ക് ദൈവകൃപയുണ്ട്, അഭിഷേകമുണ്ട്, പക്ഷേ ഏകാഗ്രത കിട്ടുന്നില്ല. ഞാൻ പറയുന്ന കറക്റ്റ് അല്ലേ? നിന്റെ ഏകാഗ്രത കെടുത്തുന്ന ഒരാൾ നിന്റെ വീട്ടിലുണ്ട്. അത് നിന്റെ ഏകാഗ്രതയെ കെടുത്തുവാൻ പിശാച് പ്രവർത്തിക്കുക. അതാണ് നിന്റെ കുടുംബത്തിന്റെ തകർച്ച. എന്നാൽ ആ സാഹചര്യങ്ങളെ അതിജീവിച്ചുകൊണ്ട് നീ ഏകാഗ്രത ഏറ്റെടുക്കുന്നെങ്കിൽ നിന്റെ വീടിന്റെ ചുറ്റുപാടിൽ നിന്ന് വരുന്ന എതിർപ്പുകൾ, നിന്നെ അവിടെ പാർക്കാൻ സമ്മതിക്കാത്ത വെല്ലുവിളികൾ ഇന്നത്തെ പ്രാർത്ഥന പൊട്ടുക. ഞാനൊരു വെളിപ്പാട് കണ്ടോണ്ടായിരിക്കും. നിന്റെ ഏകാഗ്രത ശരിയായാൽ ഏതു നുകോ ഇന്ന് പൊട്ടും.
നീ പ്രാർത്ഥിച്ചാൽ അഴിയാത്ത ബന്ധനമില്ല. പക്ഷെ പ്രശ്നം നിന്റെ ഏകാഗ്രതയെ പിശാച് തകർത്ത് കളയും. ചെറിയോ ഈ കർത്താവിന്റെ സ്തോത്രം, ഏകാഗ്ര ഹൃദയത്തോടെ ചെല്ലി പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ അവര് പറയും സമയം പോയത്. ഈ വചനത്തിലൊക്കെ ഏകാഗ്രമൊക്കെ ആയിരുന്നപ്പോൾ പറയും ഷോ പെട്ടെന്ന് അങ്ങ് തീർന്നു പോയി, പെട്ടെന്ന് അങ്ങ് ഏകാഗ്രത ഇല്ലേ പറയും. ഓ 8:15 തീരുന്നില്ല, ഇനി 9:15 വരെ. ഓ തണുക്കുകയും ചെയ്യുന്നു. സാംജിയുടെ പാട്ടാ നിർത്തത്തുമില്ല. ഒരു പാസ്റ്റർ 1 മണിക്കൂർ പ്രസംഗിച്ചു, അടുത്ത പാസ്റ്റർ പിന്നെയും പാടി, പിന്നെയും കയറിയാക്ക 1 മണിക്കൂർ മിണ്ടുന്നില്ല. എന്നാൽ ഏകാഗ്രതയോടെ ഇരിക്കുന്നതിന് പറയാ അയ്യോ ലേഖന വ്യാഖ്യാനം നിർത്തല്ലേ. എന്നാ കാര്യം? അവരുടെ അകത്ത് വചനം സ്റ്റോർ ചെയ്യുക. ഞാനൊരു ദൂത് എന്നോട് പറയാം. എന്നോട് ഹോളി സ്പിരിറ്റ് ഇന്നലെ പറഞ്ഞു, കൊരിന്തിലെ സഭയെ മാത്രമല്ല ഇവിടെ ഉള്ള മണവാട്ടിയം ശത്രു ചതിച്ചോണ്ടിരിക്കുക. നിന്റെ ഏകാഗ്രതയെ തകർത്തു കളഞ്ഞ് പ്രാർത്ഥിക്കാൻ മടുപ്പിട്ട്, ഉപവസിക്കാൻ മടുപ്പിട്ട് നിന്നെ ബന്ധിക്കുന്ന ആ സാധാന്യ വ്യാപാരം ഇന്ന് നിന്റെ ഉപബോധ മനസ്സിൽ നിന്ന് ആ കെട്ട് ഇന്ന് നിന്റെ അകത്തൊരു തീ വ്യാപരിക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ നിന്റെ ഏകാഗ്രതയെ കെടുത്തുന്ന സകല സ്പിരിറ്റും, നിനക്കറിയാം നിന്നോട് പോരാടുന്ന അവിടെയാണ്. ദൈവാത്മാവിന്റെ തൊടുകയാണ്, അവിടെയാണ് നിന്നോട് പോരാട്ടം. യെസ്, നിന്റെ ഒരുക്കത്തിനെതിരെ, പ്രിയന്റെ വരവിന്. പക്ഷെ ആ പരസ്യ സ്ഥലത്ത് വെച്ച് ഇന്നലെ ഒരു മീറ്റിംഗ് നടന്നപ്പോൾ 20ഓളം പേര് യേശുവിനെ സ്വീകരിച്ചു. 8 പേര് സ്നാനപ്പെടാൻ തീരുമാനിച്ചു. ലോർഡ്, കുടിയന്മാരെല്ലാം നിരന്ന് നിന്ന് വചനം കേട്ടു. ഞാനൊരു ദൂത് നിന്നോട് പറയട്ടെ, സുവിശേഷം നാം മരിക്കുന്നിടം വരെ പറഞ്ഞുകൊണ്ടിരിക്കണം. അമ്മി, ഒന്ന്, ഏകാഗ്രത നഷ്ടപ്പെടരുത്. അടുത്തിരിക്കുന്ന ആളോടെന്ന് ചോദിച്ചേ, ഏകാഗ്രത നഷ്ടപ്പെട്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചേ. ഞാൻ എൻ്റെ ഒരു ആത്മീയ അനുഭവം പറയാം. ചില സമയത്തൊക്കെ എന്നെ കൂടെ പ്രതിയാക്കി പറയുക, എൻ്റെയും ഏകാഗ്രത നഷ്ടപ്പെട്ടിട്ടുണ്ട് പല ആവർത്തി. ആരെങ്കിലും നഷ്ടപ്പെട്ടില്ലെന്ന് പറഞ്ഞാൽ ചുമ്മാതാ, നഷ്ടപ്പെടും. ചിലപ്പോൾ ഒരു 7 hours മീറ്റിംഗ് 3 hours മീറ്റിങ്ങിലായിരിക്കും ആ ഏകാഗ്രത പെട്ടെന്ന് തിരികെ പിടിക്കാം. ഇടയ്ക്കിടയ്ക്ക് നിയോഗങ്ങൾ തരുമ്പോൾ സ്പെഷ്യൽ മീറ്റിംഗ് വെക്കുന്ന എന്തിനാ? ഓ, ഇവർക്കൊന്നും വേറെ ജോലിയില്ല, ഇവർക്ക് പാസ്റ്റർമാരല്ലേ, ഇവർക്ക് ഇങ്ങനെ ഞങ്ങൾക്കാന്ന് എന്തുമാത്രം പണി. നീ ഇങ്ങനെ പണിതിട്ട് എന്തോ നേടി? ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് എന്ത് നേടി? സ്തോത്രം. ഇവിടെ ഒരു പുള്ളി എന്നോട് പറഞ്ഞു, സഭായോഗത്തിന് വന്ന് കത്രിമേശ എടുക്കുന്നത് 2 വർഷത്തിന് ശേഷം കത്രിമേശ എടുക്കുന്നത്. എത്ര? ഞാൻ ചോദിച്ചു, അതെന്നാ? ഞാൻ ഗൾഫിലാ. ഗൾഫിൽ ചർച്ചയില്ലേ? ഉണ്ട്, പക്ഷെ വെള്ളിയാഴ്ച ഡബിൾ സാലറിയാ. ഞാൻ ചോദിച്ചു, ഡബിൾ സാലറി വാങ്ങിച്ച എന്തോ നേടി? 43 ലക്ഷം കടം. ഈ സിസ്റ്റം മനസ്സിലാകാത്ത കാലത്തോളം നീ ആത്മീയ വിഷയത്തിൽ അജ്ഞന. ഈ സിസ്റ്റം എന്താന്ന് നീ പഠിച്ചാൽ, ഹല്ലേലൂയ, നീ പാർക്കുന്ന സ്ഥലത്തു തന്നെ നീ അനുഗ്രഹിക്കപ്പെട്ടിരിക്കും. അതിന് വേണ്ടത് ആത്മാർത്ഥത, ഒരുക്കം. ഒന്ന്, സ്തോത്രം. അവിടെ എഴുതിയിരിക്കുക ക്രിസ്തുവിനുള്ള ഏകാഗ്രത. 2, എന്തുവാ? നിർമ്മലത. നിർമ്മലത എന്ന് പറയുന്നത് ശുദ്ധ ഹൃദയം, ശുദ്ധത. ഒരാമയും പറഞ്ഞാട്ട്. അതുകൊണ്ടാണ് സങ്കീർത്തനം, ഞാൻ നിർമ്മലനാകേണ്ടതിന് ഈസോപ്പ് കൊണ്ട്. അതൊക്കെ അർത്ഥം പോയാൽ വേറെ പോവും. ഹല്ലേലൂയ. ദാവീദ് പറയാം, നിർമ്മലമായൊരു ഹൃദയം എന്നിൽ സൃഷ്ടിച്ച് സ്ഥിരമായൊരാത്മാവിനെ എൻ്റെ ഉള്ളിൽ പുതുക്കേണമേ. ഹോ, ഇനി നിങ്ങൾ ഒരു വാക്യം മാത്രം ഒന്ന് വായിച്ചേച്ച് ഞാൻ അങ്ങ് നിർത്തിയേക്കാം, സമയം പോയത് കൊണ്ടാണ്. 24-ാം സങ്കീർത്തനം 4-ാം വാക്യം, വെടിപ്പുള്ള കൈയും നിർമ്മല ഹൃദയവും ഉള്ളവൻ, വ്യാജത്തിനും മനസ്സ് വെക്കാതെയും കള്ളസത്യം ചെയ്യാതെയും ഇരിക്കുന്നവൻ
അവർ യഹോവയോട് അനുഗ്രഹവും. വെടിപ്പുള്ള കൈയും നിർമ്മല ഹൃദയമുള്ളവൻ, വ്യാജത്തിന് മനസ്സ് വെക്കാതെയും കള്ളസത്യം ചെയ്യാതെ ഇരിക്കുന്നവൻ, അവൻ യഹോവയുടെ അനുഗ്രഹവും തന്റെ രക്ഷയുടെ ദൈവത്തോട് അനുഗ്രഹം പ്രാപിക്കാൻ ഒറ്റ വഴിയേ ഉള്ളൂ, നിർമ്മല ഹൃദയത്തിനുടമയാകുക. പേര് നിർമ്മലെന്നിട്ടിട്ട് കാര്യമില്ല, നിർമ്മല ഹൃദയമായിരിക്കണം. ചിലവരെയും പേര് പ്രകാശ്, ഒരു പ്രകാശവും മിണ്ടുന്നില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തിന് സ്വന്തം. ഞാൻ ഇനിയും പ്രസംഗം നീട്ടുന്നില്ല, ഞാൻ വാക്കുകളെ ചുരുക്കുക. കൊരിന്തിലെ സഭയ്ക്ക് പറ്റിയത് തിരുവല്ല സഭയ്ക്ക് പറ്റരുത്, ലൈവിൽ കാണുന്നവർക്ക് പറ്റരുത്. ഞാൻ അവിശ്വസ്തനായാലും എൻ്റെ കൂടെ പാടുന്ന സാംജി അവിശ്വസ്തരായാലും ദൈവത്തിനൊരു കുഴപ്പമില്ല. നഷ്ടം എനിക്കും സാംജിക്കുവാ, വേറെ ആർക്കുമില്ല. ഹല്ലേലൂയ. ഞാൻ നിങ്ങളോടൊരു കാര്യം പറയാം, ദൈവത്തിന് സ്തോത്രം. നീയും ഞാനും പല പാരമ്പര്യങ്ങൾ പറഞ്ഞ് ഏകാഗ്രത നഷ്ടപ്പെട്ട് കേവലം ഒരു കയ്യടി തൊഴിലാളിയെ പോലെ നീ കൈയടിച്ച് പിരിയുന്നതാണെങ്കിൽ കാഹളം കേൾക്കുമ്പോൾ നിന്റെ കാര്യം തീരുമാനമാകും. എന്നാൽ ഞാൻ നിന്നോട് ഏകാഗ്രതയുള്ള മനസ്സെന്നാന്നറിയാം. ഇവിടെ വീട് കിട്ടിയില്ലേലും കാറ് കിട്ടിയ സ്തോത്രം, കിട്ടിയില്ലേലും സ്തോത്രം. അതുകൊണ്ട് ദാവീദ് പറയാം, ഞാൻ യഹോവയെ എല്ലാ കാലത്തും വാഴ്ത്തു, അവന്റെ സ്തുതി എപ്പോഴും എൻ്റെ. എല്ലാ ആഴ്ചയും കത്രുമേശ എന്തിനാ വെക്കുന്നതെന്നറിയോ? പറയാം, ബൈബിൾ പറയാ, നിങ്ങൾ കൂടി വരുമ്പോഴൊക്കെയും ഇത് ചെയ്യണം എൻ്റെ ഓർമ്മയ്ക്കായിട്ട്. അതെന്നാ, ഈ തിരുമേശയിൽ അടുക്ക് വരുമ്പോൾ നമ്മൾ പറയുന്നൊരു കാര്യമുണ്ട്, കർത്താവേ, വല്ല പാപവും വന്നെങ്കിൽ, വല്ല തെറ്റും വന്നെങ്കിൽ എന്നോട് ക്ഷമിക്കണേ കർത്താവേ. അതുകൊണ്ടാ തിരുമേശയ്ക്ക് ശുശ്രൂഷിക്കുമ്പം ഇറങ്ങി വെളിയിൽ പോകരുത്, കർത്താവിന് സ്തോത്രം. എന്നിട്ട് അപ്പവും കൊണ്ട് അങ്ങോട്ട് വരുന്നുണ്ട്, എന്നാൽ ഞാനും എടുത്തേക്കട്ടെന്ന് പറഞ്ഞ് എടുക്കരുത്. അതിനു മുമ്പ് ഒരു ശുദ്ധീകരണം ഇവിടെ വേണം. പ്രസംഗിക്കുമ്പോൾ എഴുന്നേറ്റ് പോയാലും തിരുമേശയുടെ കാര്യം പറയുമ്പോൾ എഴുന്നേറ്റ് പോകരുത്. കാരണം എന്താ, അത് ഭക്തിയോടെ ചെയ്യുന്നത് ഒരു അപകട മേഖലയാണ്. അവിടെ എഴുതിയിരിക്കുന്ന ഭാഗം ശ്രദ്ധിക്കണം. മനുഷ്യൻ തന്നെത്താൻ ശോധന ചെയ്തിട്ട് വേണം ഈ അപ്പം തിന്നുവാനും പാനപാത്രം കുടിക്കുക. തിന്നുകയും കുടിക്കുകയും ചെയ്യുന്നവൻ ശരീരത്തെ വിവേചിക്കാഞ്ഞാൽ തനിക്ക് ശിക്ഷാവിധി തിന്നുകയും കുടിക്കുകയും ചെയ്യുന്നു. ഇത് നിമിത്തം നിങ്ങളിൽ പലരും ബലഹീനരും രോഗികളുമാകുന്നു, അനേകരും നിദ്ര കൊള്ളുന്നു. നമ്മെ തന്നെ വിധിച്ചാൽ വിധിക്കപ്പെടുകയില്ല. അതുകൊണ്ടാണ് തിരുമേശ എടുക്കുമ്പോൾ ഏത് രോഗമുണ്ടെങ്കിലും, ഞാൻ 100 കണക്കിന് പ്രാവശ്യം രോഗിയായി വന്ന് തിരുമേശ എടുത്ത് സൗഖ്യമായിട്ടുണ്ട്. സൗഖ്യമാകുന്ന തിരുമേശ എടുക്കാനല്ല, അവന്റെ അടിപ്പിണരുകളാൽ സൗഖ്യം വന്നിരിക്കുന്നു. ഈ അപ്പം എടുക്കുമ്പോൾ ദൈവദാസന്മാര് പറയുന്നൊരു കാര്യമുണ്ട്. 2000 വർഷം മുമ്പ് ദൈവക്രോധത്തിന്റെ ചക്കിൽ പുത്രൻ ഈ ഗോതമ്പ് മെതിയുന്ന പോലെ മെതിഞ്ഞു. അതിമഹത്തായ ശുശ്രൂഷ തിരുമേശ. എന്നും തിരുമേശ എടുക്കുമ്പോൾ ഞാൻ എൻ്റെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ ഭാഗ്യാവസ്ഥ, മിക്കവാറും ഒരാഴ്ചയിൽ 3 കത്രുമേശയായിരിക്കും, അല്ലെ 2 കത്രുമേശ ഞാൻ അനുഭവിക്കും. ലോർഡ്, അപ്പോഴെല്ലാം പറയുന്നൊരു കാര്യമുണ്ട്, താങ്ക് ലോർഡ്, ഹല്ലേലൂയ. ഞാനൊരു കാര്യം നിങ്ങളോട് പറയാം. ജീസസ്, നമ്മൾ ദൈവത്തിന് 1000 രൂപ കൊടുത്ത് 10,000 വായിക്കുന്ന സിസ്റ്റം അല്ല ഇവിടെ. ജീസസ് സഭായോഗത്തിന് വന്ന് കൈയടിച്ചു ഗ്ലോറി വാങ്ങിക്കുന്ന സിസ്റ്റം അല്ല ഇത്. ഏകാഗ്രതയോട് ഇരുന്നാൽ, ഏകാഗ്രത ഹൃദയത്തോടെ നീ കൊടുത്താൽ നിനക്ക് വേണ്ടുവോൾ അനുഗ്രഹിക്കും. ഏകാഗ്രത ഹൃദയത്തോടെ നീ ആരാധിച്ച് അതിൻ്റെ സന്തതികളത്തും അനുഗ്രഹം നിൽക്കും. ഞാൻ നിങ്ങളോടൊരു കാര്യം പറയാം, ഈ ദിവസങ്ങളിൽ ഒരു പ്രവചനം പറഞ്ഞു നിർത്താം. നിന്റെ ഏകാഗ്രതയെ കെടുത്തുന്ന ചില സ്പിരിറ്റ് നിന്റെ കുടുംബത്തിൽ നിന്നും ചുറ്റുപാടിൽ നിന്നും അഴിഞ്ഞു പോകും. നിന്റെ ഏകാഗ്രത കോട്ടകളെ ഇടിക്കുന്ന ദൈവശക്തി. എന്തൊക്കെയോ നടക്കാൻ പോവുക, എന്തൊക്കെയോ സംഭവിക്കാൻ പോവുക. 2020 ഏകാഗ്രതയെ കടയുന്ന ശത്രുവിന്റെ കറുത്ത കൈകൾ. 7 മണിക്കൂറൊക്കെ ഇരുന്ന് പ്രാർത്ഥിക്കുന്ന സമയത്തെ ജീസസ് ജീസസ്. വിദ്യാഭ്യാസത്തിൽ ഒത്തിരി സ്ട്രെസ് അനുഭവിക്കുന്ന കുഞ്ഞുങ്ങൾ, അവർക്കൊക്കെ ഒരു വിടുതലിന് വേണ്ടിയാണ്.
നിങ്ങൾക്കും ആ പ്രാർത്ഥന, ഇവിടുന്ന് ട്രെയിൻ കയറിയാൽ ദൈവത്തിന് സ്തോത്രം, വന്ദേ ഭാരതെ കയറിയാൽ 1 മണിക്കൂർ കൊണ്ട് ട്രിവാൻഡ്രം എത്തും. വന്ദേ ഭാരത് കൂടാൻ പ്രാർത്ഥിക്കണം, ഞങ്ങൾക്ക് യാത്രാ സൗകര്യം കൂടും. ഹല്ലേലൂയ. ഞാൻ നിങ്ങളോടൊരു കാര്യം ഞാൻ അവസാനിപ്പിക്കാം, ഏകാഗ്രത കളയരുത്. ആമേൻ. ഈ പ്രസംഗത്തിനൊക്കെ മുമ്പേ സ്തോത്രം ഒരു പാട്ട് എല്ലാവരെയും കൊണ്ട് വാ തുറന്നൊക്കെ പാടിക്കുന്നത് എന്തിനാണെന്നറിയോ? ആ പാട്ട് അടിപൊളി ആയോണ്ടല്ല, നിന്റെ മനസ്സൊന്ന് ശാന്തമായി ഒന്ന് ഏകാഗ്രതയോടിരുന്നാൽ, ഞാൻ ഏകാഗ്രതയോടിരുന്നാൽ ഒരു രാത്രി മുഴുവൻ പ്രാർത്ഥിച്ചാൽ അറിയത്തില്ല, ഭയങ്കര വിടുതലാ. ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞേ. അടുത്തിരിക്കുന്നാക്കൊന്ന് കൈ കൊടുത്തച്ചോറ, ഏകാഗ്രതയോടെ പ്രാർത്ഥിക്കണമെന്ന് പറ. നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? ഇടിയാത്ത പല കോട്ടകളും ഈ ദിവസങ്ങളിൽ ഇടിയും.